20 വർഷമൊക്കെ നിൽക്കുമോ? ഡ്യൂറബിൾ ആയിട്ട് 10-20 കൊല്ലം സുഖമായിട്ട് ഇരുന്നോളൂ. ഒരു ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? താഴോട്ട് വിട്ടേക്കാം. തള്ളി താഴെ. അയ്യോ, പൊട്ടിയിട്ടില്ലേ? നോക്കിയേ, എവിടെ പൊട്ടി? നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പൊ ചായ കുടിക്കാനൊക്കെ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു തുളസിത്തറ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇതിന്റെ സ്ട്രെങ്ത് ഒന്ന് നോക്കിയേ. ഒരു 100 കിലോ ആള് കയറിയാലും ഒരു കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് അത്. ഡ്രമ്മ് കട്ട് ചെയ്യണതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണ പോട്ടാണിത്. ഇതിൽ മാവ് വെച്ചിട്ട് പ്ലാവ് ഇത് കണ്ടോ, പൊട്ടിപ്പോവില്ല. താമരയൊക്കെ നടാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്ന ലില്ലി പോട്ടാണത്. വൻ മരങ്ങൾ നടാനായിട്ട് ഈ ഗ്രേസി പോട്ടാണ്. നമ്മുടെ അടുത്ത് ഈ 1 രൂപയുടെ പോട്ട് മുതൽ 15,000 രൂപ വില വരുന്ന പോട്ടുകൾ വരെ അവൈലബിൾ ആണ്. FG റോഡിൽ നിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. O2 പോളിമേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പോട്ട്സ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പോളിമർ പോട്ട്സ് ആദ്യമായിട്ട് കേരളത്തിൽ നിർമ്മാണം തുടങ്ങിയ ഒരു കമ്പനിയാണ് O2 പോളിമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. പല ടൈപ്പ് പോട്ട്സ് ആണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അതും ഇതിന്റെ മാനുഫാക്ചറിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് എത്ര ടൈപ്പ് പോട്ട്സ് ഉണ്ട് ഒക്കെ നമ്മൾ അറിയാനും കാണാനും പോവാണ്. ഇന്ന് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള വിവിയൻ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 11 കൊല്ലം ആയിട്ടുണ്ട്. 11 വർഷമായി. പിന്നെ അതിനകത്തുനിന്ന് പോളിമർ പോട്ട്സ്, നമ്മൾ ഈ കാണുന്ന പോളിമർ പോട്ട്സ് ഒക്കെ 3 കൊല്ലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം? ഇങ്ങനെ ഒരു പോട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം വെർട്ടിക്കൽ പോട്ട്സ് ആയിരുന്നു. ഒരു ട്രെൻഡ് ആയിരുന്നു. കൊറോണയുടെ മുന്നോട്ട് വെർട്ടിക്കൽ പോട്ട്സ് ട്രെൻഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാവരും വെർട്ടിക്കൽ പോട്ട്സ് വെക്കുമ്പോൾ ഈ ചുമര് ഒരു ചുമരിൽ ലൈവ് ആക്കാൻ വേണ്ടി പിന്നെ അത് ഒരു ട്രെൻഡായി മാർക്കറ്റിൽ ഇതായി. കൊച്ചി മെട്രോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഫുൾ ആൾക്കാർ അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ഒരു ബോധം വന്നു. അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ. അപ്പം അങ്ങനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ നോക്കിയപ്പം ഒരുപാട് ഇൻഡോർ പോട്ട്സ്, ഔട്ട്ഡോർ പോട്ട്സ്, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പോളിമർ പോട്ട്സിൽ വന്ന് ലാൻഡ് ചെയ്തു. ഈ പോളിമർ പോട്ട്സിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോഴും നമ്മൾ ഈ ഡ്യൂറബിലിറ്റിയാണ് എപ്പോഴും ആൾക്കാർക്ക്. ഏത് ഇൻഡസ്ട്രിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ആണ്. പോളിമർ പോട്ട്സ് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിൾ ആയിട്ട് 10-20 കൊല്ലം സുഖമായിട്ട് ഇരുന്നോളും. 20 വർഷമൊക്കെ നിൽക്കുമോ? സുഖമായിട്ട് ഇരുന്നോളും. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ LLDP ആണ്. LLDP വാട്ടർ ടാങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് LLDP. വാട്ടർ ടാങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഒരു ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈ മോൾഡ് ചൂടാക്കിയിട്ട് ചുമന്ന കളറായിട്ട് ഇതിന്റെ ഉള്ളിലായിരിക്കും മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത്. ഇത് പൗഡർ ആയിട്ടാണ്, ഒരു പൗഡർ ആയിട്ടാണ് റെസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൗഡർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുമേ സ്റ്റിക്ക് ചെയ്യും. ഈ റെഡ് കളറിന്റെ മോൾഡിന്റെ ചുറ്റിലും സ്റ്റിക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് ഈ പൗഡർ എല്ലാ സ്ഥലത്തും എത്തണം. അപ്പൊ XY ആക്സിസിലും അറ്റ് ദ സെയിം ടൈം Z ആക്സിസിലും കറങ്ങും. 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഇത് ഫുൾ സ്റ്റിക്കായിട്ട് ഇത് വെറുതെ ഇരുന്ന് കറങ്ങിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്യൂർ ചെയ്യും, കൂൾ ചെയ്യും. കൂളിംഗ് സമയത്ത് അത് ക്യൂർ ചെയ്ത്, അതായത് ഷ്രിങ്ക് ആവാതിരിക്കാൻ വേണ്ടി അതിന് കുറച്ച് കൂളിംഗ് കൊടുത്തിട്ടാണ് ഡൈ ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് പുറത്തു വരുന്നത്. ഏത് ഷേപ്പിലാണ് ഡൈ ഉള്ളത് ആ ഷേപ്പിൽ തന്നെ പോട്ട് പുറത്തു വരും. O2 പോളിമേഴ്സിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ അറിയാമെന്ന് കാണാനും പോകുന്നത് ഇവരുടെ പ്രോഡക്ട്സ് ആണ് കേട്ടോ. വിജി ഇപ്പൊ കൂടെ ഉണ്ട്. ഇതാണ് ഏറ്റവും ചെറിയൊരു പ്രോഡക്റ്റ്. ഇതാണ് ഏറ്റവും ചെറിയ പ്രൊഡക്റ്റ്. അതായത് നമ്മളെ പോളിമർ പോട്ട്സിൽ പോപ്പി എന്നാണ് ഇതിന്റെ പേര്. 11 ഇഞ്ച് ഹൈറ്റും 12 ഇഞ്ച് ഡയമീറ്ററും ഏറ്റവും ചെറിയ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല കളറും അല്ലേ? അതായത് സാൻഡ് സ്റ്റോൺ കളറാണ്. വൈറ്റിലും ഗ്രേയിലും ഇത് അവൈലബിൾ ആണ്. അടുത്ത വരുന്നത് മിയാപോട്ടാണ്. ഇതിന് 13 ഇഞ്ച് ഹൈറ്റ് 12 ഇഞ്ച് ഡയമീറ്റർ ആണ് വരുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വിത്ത് ട്രേ ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ട്രേ വരുന്നത്? എന്തിനാന്ന് വെച്ചാൽ അധികം വരുന്ന വെള്ളം ഈ ട്രേയിലേക്ക് സ്റ്റോർ ആയിക്കോളും. അപ്പൊ നമ്മുടെ ടൈലൊന്നും വൃത്തികേടാവില്ല. നമ്മൾ ഉള്ളിൽ വെച്ചാൽ നമുക്ക് വേറെ കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഇൻഡോർ ആയിട്ടാണ് അധികം ഇത് കൊണ്ടുപോകണത്. ഇനി അടുത്ത് വരുന്ന സ്ക്വയർ പോട്ട് വിക്ടോറിയ എന്നാണ് ഇതിന്റെ പേര്. 13 ഇഞ്ച് ഹൈറ്റും 13 ഇഞ്ച് ലെങ്ത്തും ആണ് വരുന്നത്. അതിന്റെ തന്നെ വലിയ സൈസാണിത്. ഇത് 16 ഇഞ്ച് വരും. ആർക്കിടെക്ചേഴ്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് സ്ക്വയർ പോട്ടുകളാണ്. അതുപോലെ റെക്ടാങ്കിൾ പോട്ടുകളും കൊണ്ടുപോകും. ഇപ്പൊ സ്ട്രേറ്റ് ലൈൻ ഡിസൈൻ, മോഡേൺ ഡിസൈനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യണത്. ലാൻഡ്സ്കേപ്പേഴ്സും അങ്ങനെ തന്നെയാണ്. സ്ക്വയർ പോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് പോട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ സ്പേസ് വേസ്റ്റ് ആവില്ല. അതെ. ഇപ്പൊ കോർണർ ഫില്ല് ചെയ്യുന്ന പോട്ട് നമ്മുടെ അടുത്തുണ്ട്. ഈ കോർണർ നമ്മളിത് വെക്കുന്നു. അതിന്റെ കൂടെ തന്നെ സ്ക്വയർ പോട്ടും കൂടി ആഡ് ചെയ്ത് വെക്കും. ഇപ്പൊ നോക്കി ഒട്ടും സ്പേസ് വരുന്നില്ല. ഒരു കോർണറിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? അതെ അതെ. ഇത് അധികം കൊണ്ടുപോകുന്നത് ഈ കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് വെക്കാനാണ് ഏറ്റവും കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? നമുക്കിത് ഇങ്ങനെയും പോട്ട്സ് ചെയ്യാൻ പറ്റും. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് ബുദ്ധയുടെ മോഡലാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതെ അതെ. ഇവിടെ അതല്ലാതെ തന്നെ കസ്റ്റമൈസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മള് പാർട്ടികൾ ആരാവശ്യമുള്ളതെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷനും ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അതിപ്പോ ഏത് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാം.
ഓ, ഇതൊരു വെറൈറ്റി മോഡലാണിത്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. നല്ല രസമില്ലേ? വേറെ തന്നെ ഒരു ഷേപ്പ് ആണല്ലോ ഇത്. സ്റ്റോൺ പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ 3 കളറിൽ അതും വരുന്നുണ്ട്. അതെ, എല്ലാരും 3 കളറിൽ വരുന്നുണ്ട്. ഇത് 16 ഇഞ്ച് ഹൈറ്റ് വരുന്ന പോട്ടാണ്. നോറ പോട്ട്. ഇതിനും വിത്ത് ട്രേ വരുന്നത്. ഇത് കുറച്ചുകൂടി വലിയൊരു ടൈപ്പ് ആണ് അല്ലേ? വലിയ പോട്ടാണ്. ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാം, ഔട്ട്ഡോർ വേണമെങ്കിൽ ഔട്ട്ഡോർ യൂസ് ചെയ്യാം. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ വാട്ടർ ടാങ്കിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു 15-20 വർഷം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു തുളസിത്തറ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. തുളസി നടേണ്ട കാര്യമുള്ളൂ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എളുപ്പമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണേനൊന്നും ഒരു പ്രശ്നമില്ല. ഇതൊരു കല്ലല്ലാന്ന് ആരും പറയുകയും ചെയ്യില്ല. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീണാലും പൊട്ടി പോകുന്നു അങ്ങനെയൊന്നും പേടിക്കണ്ട. എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് ഒരു ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാം. താമരയൊക്കെ നടാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്ന ലില്ലി പോട്ടാണത്. ഇത് 30 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയതാണ് അല്ലേ? വലിയ പോട്ടാണ്. പിന്നെ ഇതിന്റെ ചെറിയ സൈസാണിത്. ബോൺസായി നടാനായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഇതും വൈറ്റിലും ഗ്രേയിലും അവൈലബിൾ ആണ് കേട്ടോ. റെക്ടാംഗിളിൽ തന്നെ 36 ഇഞ്ച് സൈസ് തന്നെയാണ്. ഇതിനും വിത്ത് ട്രേ ആണ് വരുന്നത്. അതിന്റെ ചെറിയ സൈസാണ് ഇത്. ഇത് 12 ഇഞ്ച് ഹൈറ്റ് 24 ഇഞ്ച് ഡയമീറ്ററും വരും. ഇതിനും ട്രേ വരുന്നുണ്ട്. ഇതിന് ട്രേ ഉണ്ട്. ഇതൊരു വെറൈറ്റി മോഡലാണിത്. നോക്കിയേ, കൈ ഉണ്ടല്ലേ? 2 കൈ, 2 ഭാഗത്ത് കൈ പോട്ടിൽ താങ്ങി നിൽക്കുകയാണ്. അതെ അതെ. ഇത് നമുക്ക് എവിടെയാണ് മെയിൻ ആയിട്ട് വെക്കുന്നത്? ഇത് മെയിൻ ഗാർഡനിൽ വെക്കുക, അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ നമുക്ക് എൻട്രൻസിലോ 2 സൈഡിലായിട്ട് വെക്കാം. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അധികം ആൾക്കാർ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ പോകുന്നല്ലേ? അതെ. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ള ഒരു പ്രൊഡക്റ്റ്. അത് ഫ്രൂട്ട് പോട്ട് എന്നാണ് ഇതിന്റെ പേര്. 23 ഇഞ്ച് ഹൈറ്റ് 23 ഇഞ്ച് ഡയമീറ്ററും. ഇത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഡ്രം കട്ട് ചെയ്തായിരുന്നു വീടുകളിൽ മറ്റേ ഫ്രൂട്ട് പ്ലാന്റ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് 23 ഇഞ്ചിന്റെ പോട്ട് കൊണ്ട് വെക്കാം. പോട്ട് മിക്സ് വളമൊക്കെ ഇട്ടിട്ട് ആവശ്യമുള്ളൂ. നമ്മുടെ ഈ ഡ്രം മുറിക്കാനൊന്നും പോകണ്ട. പിന്നെ അത് തന്നെയല്ല, വർഷങ്ങള് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാവരും കളർ ചെയ്യുമല്ലോ, മറ്റേ പെയിന്റ് അടിക്കുന്ന പരിപാടി. അതൊന്നും ആവശ്യമില്ല. ഈ കളർ തന്നെ അവിടെ നിന്നോളൂ. പോളിമർ പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര നാള് വെയിലത്ത് വെച്ചാലും മഴ കൊണ്ടാലും കളർ ഫെയ്ഡ് ആവുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. പൊട്ടിപ്പോവില്ല. അങ്ങനത്തെ പ്രശ്നം വരൂല അല്ലേ? പിന്നെ മാർബിൾ ഫിനിഷിങ്ങിന് വേറെ പ്രത്യേകത, നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും. പെട്ടെന്ന് ഇതിലൊരു പൊടിയൊക്കെ ആയിരുന്നാലും അത്ര ഇത് അറിയാൻ പറ്റില്ല. നമുക്ക് ഈസി ആയിട്ട് മെയിൻ്റനൻസ് എപ്പോഴും എളുപ്പമായിരിക്കും. ഇതിന്റെ വൈറ്റ്, ഗ്രേ, സാൻഡ്സ്റ്റോൺ കളർ ഉണ്ട്. പിന്നെ റെഡ് കളറും ഉണ്ട്. ഇവിടെ ഒരു ബോള് പോലത്തെ ഒരു പോട്ട് കാണുന്നുണ്ടല്ലോ. ഇതെന്താ ഐറ്റം വരുന്നത്? ഇത് ഗ്ലോബ് എന്നതിന്റെ പേര്. 23 ഇഞ്ച് ഹൈറ്റ് വരും, 16 ഇഞ്ച് ഡയമീറ്ററും വരും. മറ്റേ പാമ്പ് പോലത്തെ പ്ലാന്റ്സ് വെക്കാനാണ് ഇത് അധികം കൊണ്ടുപോകുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും കൊണ്ടുപോകുന്നവരുണ്ട്. രണ്ടിടത്തും നമുക്ക് വെക്കാം. കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ നടാൻ പറ്റും അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുന്നത് ചെയ്താൽ മതി. അതിന്റെ ചെറിയ മോഡലാണിത്. കുറച്ചുകൂടി ഒരു ചെറിയ ടൈപ്പ്, ഒരു ക്യൂട്ട് ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അതെ അതെ. ഇതെന്താ ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് ലാൻഡ്സ്കേപ്പേഴ്സ് ഇങ്ങനത്തെ സെറ്റ് ആയിട്ട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതായത് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് വരും. അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇതേ ചായ കുടിക്കാനൊക്കെ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓ, അത് ശരിയാ. ഇതെല്ലാം പോട്ട്സ് ആട്ടോ. ഓക്കെ, എല്ലാം പോട്ടിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഇൻഡോർ പോട്ടുകളുണ്ട്. ഇതൊക്കെ സാധാ വെർജിൻ പ്ലാസ്റ്റിക്കിലുള്ള ഇൻഡോർ പോട്ട്സ് ആണ്. ഇതൊരു വെറൈറ്റി സാധനമാണിത്. അതായത് HDP പോട്ട് എന്ന് പറയും. 8 ഇഞ്ച് ഹൈറ്റും 12 ഇഞ്ച് ഡയമീറ്ററും വരും. ഇത് കണ്ടോ, പൊട്ടിപ്പോവില്ല. നമുക്ക് 5 വർഷം വാറന്റിയാണ് നമ്മൾ കൊടുക്കണേ. ഓ, ഇത് എന്തായി കഴിഞ്ഞാൽ അത് പൊട്ടില്ല അല്ലേ? പഴയ സ്ഥിതിയിലേക്ക് തന്നെ വളയ്ക്കോ തിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറ്റിക്കുരുമുളക്, പച്ചക്കറി നടാനൊക്കെ ഏറ്റവും അധികം ആൾക്കാർ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കളേഴ്സും വരുന്നുണ്ടോ? ഇതിന്റെ ഗ്രീൻ ഉണ്ട്. പിന്നെ ഇപ്പൊ കയ്യിൽ ഞാൻ പിടിച്ചാൽ ടെറാക്കോട്ട കളർ, വൈറ്റ്, ബ്ലാക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇത് 9 ഇഞ്ച് ഹൈറ്റ് വരുന്ന കിവി പോട്ടാണ്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിൽ ഹോൾ ഉണ്ട്. ഈ ട്രേയിലേക്ക് അധികം വരുന്ന വെള്ളം സ്റ്റോർ ആയിക്കോളും. ഓ, അടിയിൽ ട്രേ ആണല്ലേ? പക്ഷെ എന്നാലും ഇത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒറ്റ പോട്ടായി. മറ്റേതൊരു ആപ്പിളിന്റെ ഷേപ്പ് അല്ലേ തോന്നുന്നത്? അടിപൊളി. ഇത് അരേക്കാന്ന് പറഞ്ഞ പോട്ടാണ്. അടക്കയുടെ ഷേപ്പാണ് ഇതിന്. ഇത് ഇതുപോലെ തന്നെ വൈറ്റും സാൻഡ്സ്റ്റോൺ കളറും ഗ്രേ കളറും നമ്മുടെ അടുത്തുണ്ട്. ജംബോ പോട്ട് ഇതിന്റെ പേര്. വലിയ പോട്ടാണ്. വലിയ പോട്ടാണ്, അതിനാണ് ജംബോ എന്ന് തന്നെ നമ്മൾ പേരിട്ടത്. ഇത് 24 ഇഞ്ച് ഹൈറ്റും 22 ഇഞ്ച് ഡയമീറ്ററും വരും. വലിയ ചെടികൾ നടാനായിട്ട് ഇത് ഏറ്റവും അധികം ആൾക്കാർ കൊണ്ടുപോകുന്നത്. ജംബോ പോട്ടിന്റെ ചെറിയ മോഡൽ, അത് 19 ഇഞ്ച് ഹൈറ്റ് വരുന്നത്. ചെറിയ ടൈപ്പ്. ഇത് സ്റ്റെല്ല എന്ന് പറഞ്ഞ പോട്ടാണ്. 18 ഇഞ്ച് ഹൈറ്റ് വരും, 12 ഇഞ്ച് ഡയമീറ്ററും വരും. ഇത് വേറൊരു മോഡലാണ് അല്ലേ? വേറൊരു ഡിസൈൻ ആണത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ഇൻഡോർ ആയിട്ട് വെക്കാം, ഔട്ട്ഡോർ വെക്കാം. അതിന്റെ തന്നെ 23 ഇഞ്ചിന്റെ 29 ഇഞ്ചിന്റെ
3 സൈസിൽ ഇവിടെ അവൈലബിൾ ആണിത്. കളേഴ്സും അതുപോലെ തന്നെ കളേഴ്സും സെയിം തന്നെ. ഇത് ജെമ്മ് എന്ന് പറഞ്ഞ പോട്ടാണ്. 12 ഇഞ്ച് ഹൈറ്റും വരും, 12 ഇഞ്ച് ഡയമീറ്ററും. ഇതിന്റെ വലിയ സൈസ് 23 ഇഞ്ചിന്റെ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആട്ടോ. വൻ മരങ്ങൾ നടാനായിട്ടേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് ഈ ഗ്രേസി പോട്ടാണ്. ഗ്രേസി പോട്ട് നമ്മുടെ അടുത്ത് 3 സൈസ് ഉണ്ട്. ഇത് 30 ഇഞ്ച് ഹൈറ്റും 45 ഇഞ്ച് ഡയമീറ്റർ വരും. അപ്പം എന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ നട്ട് കഴിയുമ്പോൾ വേരോടാനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. 25 ഇഞ്ച് ഹൈറ്റും 35 ഇഞ്ച് ഡയമീറ്ററും എന്നതാണ് അടുത്ത സൈസ് വരുന്നത്. അതിലും അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ നടാം. ഇത് ഏറ്റവും ചെറിയ സൈസാണ്. 18 ഇഞ്ച് ഹൈറ്റും വരും, 26 ഇഞ്ച് ഡയമീറ്ററും വരും. ഇത് നമ്മൾ ആദ്യം ഫ്രൂട്ട് പോട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞാണ്. ഡ്രം കട്ട് ചെയ്യണതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണ പോട്ടാണിത്. ഇതിൽ മാവ് വെച്ചിട്ടുണ്ട്, പ്ലാവ്. ഇത്രയും വലിയ മാവൊക്കെ ഇതിൽ നമുക്ക് നടാൻ പറ്റും അല്ലേ? ധൈര്യമായിട്ട് നമുക്ക് നടാം. പ്ലാവ്, ബുഷ് ഓറഞ്ച്, റംബൂട്ടാൻ. ഇപ്പൊ എല്ലാ വീടുകളിലും ടൈലുകൾ ഇടുമല്ലോ. ടൈൽ ഇട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് വലിയ മരങ്ങൾ നടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഫ്രൂട്ട് പോട്ട് അധികം കൊണ്ടുപോയിട്ടാണ് ആളുകൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കണത്. 24 ഇഞ്ച് ഹൈറ്റും 22 ഇഞ്ച് ഡയമീറ്ററും എന്ന നേരത്തെ അതിന്റെ സ്മോൾ സൈസ് കാണിച്ചായിരുന്നു. ഇതതിന്റെ ബിഗ് സൈസിൽ പ്ലാന്റ് വെച്ചിരിക്കുന്നതാണത്. ജംബോയുടെ വലിയ സൈസ്. ഇവിടെ ഒരു ബുദ്ധ ഫൗണ്ടൻ അടിപൊളിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണല്ലോ. ഇതും നിങ്ങൾ ഈ പോളിമറിൽ തന്നെ ചെയ്തതാണോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റ് അത് ബുദ്ധ ഫൗണ്ടൈൻ സെറ്റ്. ഈ ബുദ്ധ പോട്ട്, ഇതിന്റെ അടിയിൽ വെക്കുന്ന സ്റ്റാൻഡ്, ഈ ബേസ്, പിന്നെ നമ്മുടെ ഫ്ലോർ മാറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് ഇതിന്റെ താഴെ വെക്കണത്. അത് ഈ ഐറ്റം ആണ്. പിന്നെ നമ്മൾ മോട്ടർ വെച്ച് കൊടുക്കും. ഇതിനൊരു വാൽവ് ഉണ്ടാവും. നമുക്ക് വെള്ളം പുറത്തേക്ക് കളയണമെങ്കിലേ അതും വരുന്നുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മോട്ടർ മൊത്തത്തിലൊരു സെറ്റായിട്ട് ചെയ്താൽ മതി. പോളിമർ പോട്ട് ആയതുകൊണ്ട് ഒരുപാട് നാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പോട്ട് ഓർഗനൈസർ എന്ന് പറഞ്ഞ സ്റ്റാൻഡാണ് ഇത്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പോട്ടുകൾ ഇതിൽ വെക്കാം, ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. ഇത് മുടുക്കുട പോട്ടാണ്. 9 ഇഞ്ച് ഹൈറ്റ് വരുന്നതാണ്. സെൽഫ് വാട്ടറിംഗ് ആണിത്. ഇങ്ങനത്തെ സ്റ്റാൻഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. സെൽഫ് വാട്ടറിംഗ് എന്ന് പറയുന്നത് ട്രേ അടിയിലുണ്ട്. ഹോളിയൊക്കെ വെള്ളം ചാടി ട്രേ ആണ് അടിയിലുള്ളത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഒറ്റ പോട്ടാന്നല്ലേ വിചാരിക്കും. അതെ അതെ അതെ, അതിന്റെ കൂടെ തന്നെ സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഡിസൈനാണ്. O2 പോളിമേഴ്സിന്റെ പോട്ട്സ് കാണാന്ന് പറഞ്ഞ വലിയ പാടാണല്ലേ. എത്രമാത്രം ഐറ്റംസ് ആണ് വരുന്നത്. നിങ്ങളിപ്പോ കണ്ടിരിക്കുന്ന വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. 150 ടൈപ്പ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ 150ഓളം ടൈപ്പ് കളേഴ്സ് അല്ല, 150 ടൈപ്പ് ഒരു കളറിൽ തന്നെ. പിന്നെ അത് തന്നെ പല കളറിലും വേറെ വരും. ഇപ്പൊ ഞാൻ കണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു പാർട്ടാണ്, കുറച്ചുള്ളൂ. ഈ ഐറ്റംസ് പറഞ്ഞാൽ നമ്മൾ കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഇതുപോലെ തന്നെ ഫ്രാഞ്ചൈസി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ ജില്ലയിൽ നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കേണ്ടതായിരിക്കും. നമ്മൾ അതുപോലെ അവർക്ക് അവിടുന്ന് സെയിൽ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചേരും. അപ്പൊ കച്ചവടക്കാർക്ക്, അവിടെയുള്ള അടുത്തുള്ള കച്ചവടക്കാർക്ക് എല്ലാം അവിടുന്ന് തന്നെ മേടിക്കാൻ പറ്റും. അതായത് ഏത് ജില്ലയിൽ വേണമെങ്കിലും ഇതേപോലെ ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ ഈ പോളിമറിലോട്ട് കൂടുതൽ വന്നപ്പോൾ തൊട്ട് ഈ ആർക്കിടെക്ട്സ് ആണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ആർക്കിടെക്ട്സിൽ വന്നു കഴിഞ്ഞപ്പോൾ വീടിന്റെ ആ ഒരു ആംബിയൻസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ ആ സെറ്റ് ആവണേ, അതനുസരിച്ചുള്ള പോട്ട്സ് ആണ് ഇപ്പൊ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കസ്റ്റമേഴ്സ് ഇപ്പം ദൂര സ്ഥലം നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ടോ? നമുക്ക് കൊറിയേഴ്സ് അവൈലബിൾ ആണ്. പാർസൽ നമ്മൾ ഇത് ചെയ്തിട്ട് പാർസലിനകത്ത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അതെങ്ങനെ ഓൾ കേരള എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്? ഓൾ കേരള എന്നുണ്ട്, കേരളത്തിന് പുറത്തുകൊണ്ട് പാൻ ഇന്ത്യ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്യാൻ പറ്റും, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഇന്നിപ്പോ ഓൺലൈനിന്റെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഈ കോമേഴ്സ് സൈറ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോമേഴ്സ് സൈറ്റിൽ നമുക്ക് തന്നെ ഓരോന്ന് കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് സൈസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ഇത് ചെയ്യാം. നമുക്ക് ആ സാധനം അതുപോലെ ഷിപ്പ് ചെയ്ത് മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പോട്ട്സ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫ്ലൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഡിലേ ഉണ്ടാവുമായിരുന്നു. നമ്മുടെ ഇന്ന് റെസ്പോൺസ് കിട്ടണം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളർ വേണം, എത്ര എണ്ണം വേണം, അപ്പൊ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഓൺലൈനിൽ ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് തീരുമാനമാവും. കസ്റ്റമർക്ക് വേഗം നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം. ഇത്രയാണ് O2 പോളിമേഴ്സിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. എങ്ങനെയാണ് ഒരു പോട്ട് നിർമ്മിക്കുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് പോട്ടിന്റെ വിശേഷങ്ങൾ, എത്ര ടൈപ്പ് പോട്ട്സ്. വളരെ കുറച്ച് പോട്ട്സ് മാത്രമേ ഡയറക്റ്റ് കാണിക്കാൻ പറ്റില്ല, കാരണം സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. എല്ലാം കാണിക്കുന്നത് 150ന്റെ മേലെ ടൈപ്പ് അല്ലെങ്കിൽ മോഡൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഉണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.